നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. റം ചിക്കൻ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. റം ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കിലോ കോഴി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നല്ല രീതിയിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് തന്തൂരി ചിക്കൻ മസാലയാണ്. അത് ഒരു സ്പൂൺ ഇടുകയാണ്. ഒരു സ്പൂൺ തന്തൂരി മസാല ഇടുന്നുണ്ട്. പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അതൊരു ചെറിയ ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നീട് ഇത് എരിവുള്ള മുളക് പൊടിയാണ്. അതും ഒരു ചെറിയ ടീസ്പൂൺ ഇടുകയാണ്. പിന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നീട് കുരുമുളക് പൊടി, ഇത് ഗരം മസാലയാണ്. അത് ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതിലേക്ക് ചെറുനാരങ്ങ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇത് ഇഞ്ചി ചതച്ചതാണ്. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഇത് വെളുത്തുള്ളി. പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ റമ്മ ഇതിലേക്ക് ഒരു അരപ്പങ്ക് ഒഴിക്കുകയാണ്. ഇത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇനി ഇതുപോലെ ഒരു നല്ലൊരു കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഇത് നെയ്യാണ്. ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. ഒരു ബൗളോളം ചെറിയ ഉള്ളിയാണ്. ഇതൊന്ന് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണ്. ചുമന്നുള്ളി ഇതായി രീതിയിൽ നല്ല രീതിയിൽ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല രീതിയിൽ കനം കുറച്ചരിഞ്ഞ സവാള ഉള്ളി ഒരു ചെറുത് 2 ഈ സവാള ഉള്ളി നല്ല രീതിയിൽ മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അങ്ങനെ സവാള ഉള്ളിയും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകുമായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില. പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ വറുത്ത് കോരി. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, അതുപോലെ 2 ഏലക്ക, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു, പിന്നെ കുറച്ച് വയനയില. പിന്നീട് ഇതിലേക്ക്
വെളുത്തുള്ളി കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിയും ഇഞ്ചിയും മൂത്തിട്ടുണ്ട്. തീ നല്ല രീതിയിൽ കുറച്ചിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്. ഇത് നല്ല രീതിയിലൊന്ന് മൂക്കട്ടെ. മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്. നമ്മൾ റമ്മൊക്കെ ഒഴിച്ച് തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നല്ല രീതിയിൽ ഇളക്കി നമുക്ക് മൂടി വെച്ച് തീ കുറച്ച് വെച്ച് വേവിക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ആ അരപ്പിലൊക്കെ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ. ഇത് പതുക്കെ ഇരുന്ന് വേകട്ടെ. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഈ ചുവന്നുള്ളി ഫ്രൈ ചെയ്തതും ഒരു 2 പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കണ്ട. പിന്നെ നമ്മൾ അരപ്പ് തിരുമ്മി വെക്കുമ്പോൾ അല്പം വെള്ളം ചിക്കനിലുണ്ടാവുമല്ലോ. ആ വെള്ളം തന്നെ ധാരാളമാണ്. ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. ഇനി മൂടണ്ട. ഈ ഇലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നമ്മൾ ചുവന്നുള്ളിയും 2 പച്ചമുളകും ഒന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുത്തു. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സവാള ഉള്ളിയും കൂടെ ഇതിനെ ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പരന്ന പാനിലേക്ക് ഞാൻ ഈ ചിക്കൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം പരന്ന പാൻ കുറച്ചുകൂടി വലിപ്പമുള്ളതുണ്ടെങ്കിൽ ഇതിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. ചിക്കൻ ഒരു പരന്ന ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളക്കട്ടെ. ഒരു 1/2 പെഗ് റം ഒഴിച്ചിരുന്നു. ഇനി നമ്മളൊരു 1/2 പെഗ് റമ്മും കൂടി ഒഴിക്കുന്നുണ്ട്. റം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്ലാമ്പ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ കുറച്ചും കൂടി ഉണ്ട്. അത് അതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്ലാമ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിന്റെ തീ ഓഫാക്കാം. ഇപ്പൊ ഇതിലുള്ള നമ്മൾ ഒഴിച്ച റമ്മിന്റെ ആൽക്കഹോൾ എല്ലാം കത്തിപ്പോയിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടും തന്നെ ഇപ്പൊ ആൽക്കഹോൾ ഇല്ല. കുട്ടികൾക്ക് കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ കത്തിയത് മുഴുവൻ ആൽക്കഹോളാണ്. ഇനി നമുക്കിത് തീ ഓഫാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.